നമസ്കാരം. കേരളത്തിൽ CPM നടത്തുന്ന അഴിമതികളെല്ലാം മറച്ചുവെച്ച് കള്ളപ്പണത്തിനെതിരെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ് CPM. കരിവന്നൂരും മാസപ്പടിയും എല്ലാം മറച്ചുവെച്ച് ഇനി ഞങ്ങൾ പോരാടുന്നത് കള്ളപ്പണത്തിനെതിരെ ആയിരിക്കുമെന്ന് CPM സഖാക്കൾ പറയുന്നു. ഇതൊക്കെയും കേട്ട് ചിരിക്കുകയാണ് ജനം. കേരളത്തിൽ അന്വേഷണ ഏജൻസികൾ എന്തിനു കയറി ഇറങ്ങുന്നു? ഇത് ചിന്തിച്ചാൽ CPMന്റെ ഈ നയത്തിനെതിരെ ഉത്തരം കിട്ടും. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാർ കള്ളപ്പണവും ബാങ്ക് വെട്ടിപ്പും തട്ടിപ്പും തിരിമറിയും നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറയുന്നു ഇനി പോരാടുന്നത് കള്ളപ്പണത്തിന് വേണ്ടിയാണെന്ന്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുന്ന ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം മാത്രമാണ് ഇതെന്ന് ആർക്കും മനസ്സിലാകും. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം റദ്ദാക്കുമെന്ന് പറഞ്ഞാണ് CPM പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം അസാധുവാക്കും. ഗവർണർ നിയമത്തിന് സമിതിയെ നിയോഗിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളെ പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കുന്ന പശ്ചാത്തലത്തിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന ആശയം CPM മുന്നോട്ട് വെക്കുന്നതെന്ന് CPM തന്നെ പറയുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം വിവിധ നേതാക്കൾക്കെതിരെ PMLA വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നുണ്ട്. കേരളത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലും CPM നേതാക്കൾക്കെതിരെ അന്വേഷണം നടക്കുന്ന സാഹചര്യവും നിലവിലുണ്ട്. CAയും UAPയെയും റദ്ദാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. എന്നാൽ കരുവന്നൂരിൽ മാത്രമല്ല, കേരളത്തിലെ ഒട്ടേറെ സഹകരണ സൊസൈറ്റികളിലും സമാനമായ ക്രമക്കേടുകൾ തന്നെയാണ് CPM വരുത്തിവെച്ചിട്ടുള്ളത്. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏകദേശം 87 കോടി രൂപയുടെ സ്വത്തുക്കൾ CPMനെതിരെ കണ്ടുകെട്ടിയിട്ടുണ്ട്. 4 പേർ അറസ്റ്റിലായെന്നും ED വ്യക്തമാക്കിയതാണ് ഇതിനു മുൻപേ. കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ED പിടിച്ചെടുത്ത യഥാർത്ഥ രേഖകൾ നൽകാൻ വിസമ്മതിക്കുന്നതിനെതിരെ ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കാൻ മാറ്റിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ CPMന്റെ പ്രകടന പത്രികയും ചർച്ചയാകുന്നത്.